ഹായ് ഹലോ എല്ലാവർക്കും ആസിസ് പ്രോപ്പർട്ടീസിലെ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. വീട്ടുടമ സ്വന്തം താമസത്തിന് വേണ്ടി നിർമ്മിച്ച മനോഹരമായൊരു വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മനോഹരമായ വീട് ആലുവ ടൗണിൽ, അതായത് എറണാകുളം ജില്ലയിൽ ആലുവ ടൗണിൽ നിന്നും ഏതാണ്ട് ഒരു 3-3.5 കിലോമീറ്റർ മാത്രം ദൂരത്തായി തോട്ടുമുഖം എന്ന സ്ഥലത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഉടമ സ്വന്തം താമസിച്ചു വേണ്ടി നിർമ്മിച്ചൊരു വീടാണ്. ഏതാണ്ട് ഒരു 5 വർഷത്തോളം പഴക്കം പറയുന്നുണ്ട്. നമ്മുടെ ലൊക്കേഷനിൽ നിന്നും ആലുവ ടൗണിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഏതാണ്ട് 3-3.5 കിലോമീറ്റർ ദൂരവും, കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 14 കിലോമീറ്റർ ദൂരവും, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 8 കിലോമീറ്റർ ദൂരവും, തൊട്ടടുത്തുള്ള ജംഗ്ഷനിലേക്ക് ജസ്റ്റ് വാക്കിൻ ഡിസ്റ്റൻസ്, അതായത് ബസ് റൂട്ടിലേക്ക് ജസ്റ്റ് വാക്കിൻ ഡിസ്റ്റൻസ് ഒരു 350 മീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. ഈ വീട് വരുന്നത് 6 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് കേട്ടോ. 1600ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകൾ നൽകിയിട്ടുണ്ട്. വീടിന് ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. മെയിൻ ഗേറ്റ് 2 പാളികളിലായാണ് ചെയ്തിരിക്കുന്നത്. നല്ല അത്യാവശ്യം വലിയ വണ്ടികളെല്ലാം കടന്നു വരാവുന്ന വീതി കൂടിയ റോഡ് സൗകര്യം ഈ വീടിൻ്റെ മുൻവശത്തെ റോഡിന് അവൈലബിൾ ആണ്. വീടിൻ്റെ അകത്തേക്ക് പോയാൽ വീടിൻ്റെ മുൻവശത്തായി 2-3 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് കേട്ടോ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വടക്ക് ദിക്കിലേക്കാണ് വരുന്നത്. നമുക്ക് കാണാം 3-4 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ മുറ്റത്ത് ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ വാട്ടർ സോഴ്സിന് വരുന്ന കിണർ വെള്ളമാണ്. വടക്ക് കിഴക്ക് മൂലയിലെ കിണറും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം നൽകി തന്നെയാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 കായ്ക്കുന്ന തെങ്ങുകൾ അവൈലബിൾ ആണ്. മറ്റു കറിവേപ്പില പോലെയുള്ള വൃക്ഷങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. വീണ്ടും മുൻവശത്തേക്ക് വരികയാണെങ്കിൽ നീളത്തിലുള്ള ഒരു സീറ്റ് ഔട്ട് അവൈലബിൾ ആണ്. സീറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി വൈറ്റ് ഗ്ലോസി ഫിനിഷിലുള്ള വെറ്റിഫൈഡ് ടൈൽസുകൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സീറ്റ് ഔട്ടാണ് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ട് വശം മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ ഒരു വലിയൊരു സീറ്റ് ഔട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഡോറുകളെല്ലാം ഇവിടുത്തെ വുഡൻ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് തേക്ക് മരത്തിൽ തന്നെയാണ്. 2 പാളികളിലായാണ് മെയിൻ ഡോറ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്നത് വലിയൊരു ഹാളിലേക്കാണ്. ഗസ്റ്റ് ലിവിങ് സ്പേസ് പ്ലസ് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു. വലിയൊരു ഡൈനിങ് ടേബിൾ, ഏതാണ്ട് ഇപ്പോൾ ഒരു 6 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത്. 2 കിച്ചണുകൾ, ഒരു കിച്ചൺ പ്ലസ് വർക്ക് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കബോർഡ് വർക്കുകളെല്ലാം ധാരാളമായി തന്നെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല റെഫ്രിജറേറ്റർ യൂണിറ്റ് എല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം അവൈലബിൾ ആണ്. ഇത് വർക്ക് ഏരിയയാണ്. ഇവിടെയും നമുക്ക് ധാരാളം കബോർഡ് വർക്കുകളും അതേപോലെ തന്നെ വർക്കിംഗ് ടേബിളെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഇവിടെ എല്ലാം ഫ്ലോറിങ്ങിനായി ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂമിലേക്കൊന്ന് പോകാം. ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യം അവൈലബിൾ ആണ്. ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി നീളത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സാനിറ്ററി ഫിറ്റിങ്സുകളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കാണാം. സെക്കൻഡ് ബെഡ്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. സെക്കൻഡ് ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. മാത്രമല്ല വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. മനോഹരമായ വാൾ ടൈൽസുകളെല്ലാം നൽകിയിട്ടുണ്ട്. ഇനി നമുക്കിവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. നല്ല ഭംഗിയിൽ തന്നെയാണ് ഇവിടുത്തെ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിലെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. 1 ബെഡ്റൂമാണ് നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വേണമെങ്കിൽ ഇനിയും ബെഡ്റൂമുകൾ എടുക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. തേർഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ അതേ സൈസിലുള്ള നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു ബാൽക്കണിയും വലിയൊരു ഓപ്പൺ ടെറസും ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. വേണമെങ്കിൽ ഒരു ബെഡ്റൂം ഈ ഒരു സ്പേസിൽ എടുക്കാവുന്നതാണ്. 6 സെൻറ്റ് 1650ഓളം സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമുകളായി വരുന്ന ഈ വീടിൻ്റെ വില വരുന്നത് 65 ലക്ഷം രൂപയാണ്.
ഈ വീട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ ടൗണിന് വളരെ അടുത്തായി തോട്ടുമുഖം എന്ന സ്ഥലത്താണ്. ബസ് റൂട്ടിൽ നിന്നും ഏതാണ്ട് ഒരു 300-350 മീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. തൊട്ടടുത്ത് തന്നെ ജംഗ്ഷൻ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. എറണാകുളം സൈഡിൻ്റെ ഏതൊരു ഭാഗത്തേക്കും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും മെട്രോ സ്റ്റേഷൻ ആണെങ്കിലും എയർപോർട്ടാണെങ്കിലും വളരെ അടുത്ത് തന്നെയായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ചോദിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കുകളിലെ ലോൺ സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.